85 ദിവസത്തിനിടയ്ക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യൻ സ്വപ്നങ്ങൾ കങ്കാരുപടയ്ക്ക് മുന്നിൽ ഞെരിഞ്ഞമർന്നിരിക്കുകയാണ്. അണ്ടർ-19 ലോകകപ്പിൽ ഓസ്ട്രേലിയക്ക് 3ാം കിരീടം സ്വന്തമായിരിക്കുകയാണ്. ഫൈനലിൽ ഇന്ത്യയെ 79 റൺസിന് തോൽപ്പിച്ചാണ് ഓസ്ട്രേലിയ കിരീടം നേടിയത്. ഓസ്ട്രേലിയ ഉയർത്തിയ 284 റൺസ് വിജയലക്ഷ്യത്തിന് മുന്നിൽ തുടക്കം മുതൽ അടിതെറ്റിയ ഇന്ത്യ 43.5 ഓവറിൽ 174 റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നവംബറിൽ ഇന്ത്യയിൽ നടന്ന സീനിയർ താരങ്ങളുടെ ലോകകപ്പിൽ പരാജയമറിയാതെ ഫൈനലിലെത്തിയ ഇന്ത്യയെ തോൽപ്പിച്ചുകൊണ്ട് കിരീടം നേടിയതിന് ഏതാണ്ട് സമാനമായിരുന്നു ഓസീസ് കൗമാരപ്പടയുടെയും ഈ കിരീട നേട്ടം. മത്സരത്തിൽ ഓസ്ട്രേലിയ 50 ഓവറിൽ 253 റൺസ് 7 വിക്കറ്റിന്റെ നഷ്ടത്തിൽ എടുത്തപ്പോൾ ഇന്ത്യ 43.5 ഓവറിൽ 174 ഓൾ ഔട്ട് ആവുകയായിരുന്നു. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ ഇന്ത്യ 6ാം ലോക കിരീടം തേടിയാണ് ഇറങ്ങിയത്. പക്ഷേ ഓസീസിന്റെ ഉജ്ജ്വല പ്രകടനത്തിന് മുന്നിൽ ഉദയ് സഹാരൻ നയിച്ച ഇന്ത്യ പൊരുതാൻ പോലും ആവാതെ കീഴടങ്ങുകയായിരുന്നു. ഓസീസിന്റെ 4ാമത്തെ ജൂനിയർ ലോകകപ്പ് നേട്ടമാണിത്. 2010 ശേഷമുള്ള അവരുടെ ആദ്യ കിരീട വിജയവും കൂടിയാണിത് അണ്ടർ-19 തലത്തിൽ. നേരത്തെ ഹിറ്റ്മാൻ നയിച്ച സീനിയർ താരങ്ങളുടെ ലോകകപ്പിലേതുപോലെ ഒരു കളി പോലും തോൽക്കാതെയാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയത്. ഇന്ത്യക്ക് 254 റൺസിന്റെ റെക്കോർഡ് വിജയലക്ഷ്യമാണ് ഓസ്ട്രേലിയ നൽകിയത്. റെക്കോർഡ് വിജയലക്ഷ്യം എന്ന് പറയുമ്പോൾ ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു ടീമിനും ഇത്രയും സ്കോർ ഫൈനലിൽ ചേസ് ചെയ്ത് ജയിക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓസീസ് ഇന്നിംഗ്സ് കഴിഞ്ഞപ്പോൾ തന്നെ റൺ ചേസിലുള്ള ഈ ഒരു ഹിസ്റ്ററി തുടക്കം മുതൽ ഇന്ത്യയെ ഒട്ടും പോസിറ്റീവായ സമീപനമല്ല ഇന്ത്യൻ താരങ്ങളിൽ നിന്നും ഈ ഹിസ്റ്ററി ഓർത്തുകൊണ്ടായിരിക്കണം നമ്മൾ കണ്ടത്. വളരെ ഡിഫൻസീവായിട്ടാണ് ഇന്ത്യ തുടക്കം മുതൽ ബാറ്റ് ചെയ്തത്. ഇത് ഓസീസിന് കാര്യങ്ങൾ എളുപ്പമാക്കുകയും ചെയ്തു. ഒടുവിൽ 43.5 ഓവറിൽ 174 റൺസിന് ഇന്ത്യൻ ഇന്നിംഗ്സ് അവസാനിക്കുകയായിരുന്നു. 20 ഓവറിൽ 4 വിക്കറ്റിന് 68 റൺസിലേക്ക് ഒരു ഘട്ടത്തിൽ കൂപ്പുകുത്തിയ ഇന്ത്യക്ക് പിന്നീട് ഒരു തിരിച്ചുവരവ് അസാധ്യമായിരുന്നു. ഓപ്പണർ ആദർശ് സിംഗ് 47, മുരുകൻ അഭിഷേക് 42, മുഷീർ ഖാൻ 22 എന്നിവരൊഴികെ മറ്റാരും ഓസീസ് ബോളിംഗ് ആക്രമണത്തിന് മുന്നിൽ കാര്യമായിട്ട് പിടിച്ചു നിന്നുമില്ല. നമുക്കറിയാം, ഫൈനലുകളിൽ അത് ഏത് ഫൈനലാണെങ്കിലും ഓസ്ട്രേലിയക്ക് മാത്രം സാധ്യമാകുന്ന ഒരു മേധാവിത്വമുണ്ട്, ആധിപത്യമുണ്ട്. അത് തന്നെയാണ് ഇവിടെയും നമ്മൾ കണ്ടത്. ഓസീസ് ബോളർമാർ പന്തെറിഞ്ഞപ്പോൾ തുടക്കത്തിൽ തന്നെ ഇന്ത്യ പ്രതിരോധത്തിലായി എന്നത് നമുക്ക് കാണാൻ സാധിക്കും. 3ാം ഓവറിൽ അർഷിൻ കുൽക്കർണിയെ പുറത്താക്കിക്കൊണ്ട് കാലം വൈൽഡറാണ് ആദ്യമായി ഓസ്ട്രേലിയക്ക് ബ്രേക്ക് ത്രൂ നൽകുന്നത്. 3ാമനായി എത്തിയ മുഷീർ ഖാൻ ആദർശ് സിംഗിനൊപ്പം പ്രതീക്ഷ നൽകിയെങ്കിലും സ്കോർ 40-ൽ നിൽക്കെ ബേർഡ്മാന്റെ പന്തിൽ ബൗൾഡായി അദ്ദേഹവും പുറത്താവുന്നു. 33 പന്തിൽ 22 റൺസായിരുന്നു ഫോമിലുള്ള മുഷീറിന്റെ നേട്ടം. നമുക്കറിയാം, സർഫറാസ് ഖാൻ ബ്രദറാണ് മുഷീർ. 4ാം നമ്പറിൽ ഇറങ്ങിയ ക്യാപ്റ്റൻ ഉദയ് സഹാറിനെയും 9 റൺസ് ബേർഡ്മാൻ തന്നെ പുറത്താക്കുന്നു. ഇതോടെ പ്രതിരോധത്തിലായ ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രതീക്ഷയായ സച്ചിൻ ദാസിനെ കഴിഞ്ഞ മത്സരത്തിലെല്ലാം അദ്ദേഹം മികച്ച ഫോമിൽ കളിച്ചിരുന്നു. 8 റൺസ് നേടിയപ്പോൾ റാക് മക്മില്ലൻ പുറത്താക്കുന്നു. 41 എന്ന നിലയിൽ നിന്നും 64ലേക്ക് ഇന്ത്യ കൂപ്പുകുത്തുന്നു. ഒറ്റയ്ക്ക് പൊരുതി നോക്കിയ ഓപ്പണർ ആദർശ് സിംഗിന് 47 റൺസ് നേടിയപ്പോൾ ബേർഡ്മാൻ തന്നെ വീഴ്ത്തിയതോടെ ഇന്ത്യ തോൽവി ഉറപ്പിക്കുന്നു. 8ാമനായി ക്രീസിലെത്തിയ 43 പന്തിൽ 46 റൺസ് അടിച്ച മുരുകൻ അഭിഷേകിന്റെ പോരാട്ടത്തിന് ഇന്ത്യയുടെ തോൽവി ഭാരം കുറക്കാനേ കഴിഞ്ഞുള്ളൂ. അഭിഷേകിനെ കാളം വൈൽഡർ പുറത്താക്കിയപ്പോൾ സൗമി പാണ്ഡ്യയെ വീഴ്ത്തിക്കൊണ്ട് സ്ട്രൈക്കർ ഇന്ത്യൻ പോരാട്ടം അവസാനിപ്പിക്കുകയായിരുന്നു. ഓസ്ട്രേലിയക്ക് വേണ്ടി ബേർഡ്മാനും മക്മില്ലനും 3 വിക്കറ്റ് വീതം വീഴ്ത്തിയപ്പോൾ സെമിയിൽ പാകിസ്ഥാനെതിരെ 5 വിക്കറ്റ് വീഴ്ത്തിയ ടോം സ്ട്രൈക്കർക്ക് 1 വിക്കറ്റ് എടുക്കാനേ സാധിച്ചുള്ളൂ. നേരത്തെ ടോസ് നേടിയ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിലാണ് 253 റൺസ് എടുത്തത്. 55 റൺസ് നേടിയ ഹർജാസ് സിംഗ് ആണ് ഓസീസിന്റെ ടോപ്പ് സ്കോറർ. ഇന്ത്യക്കായി രാജ് ലിംബാനി 3ഉം നമൻ തിവാരി 2 വിക്കറ്റും വീഴ്ത്തുകയുണ്ടായി. നമുക്കറിയാം, കൗമാര ലോകകപ്പ് എന്ന് പറയുമ്പോൾ 2000-ൽ ഇന്ത്യ കപ്പടിച്ചപ്പോൾ മുഹമ്മദ് കൈഫായിരുന്നു ക്യാപ്റ്റൻ. 2008-ൽ വിരാട് കോഹ്ലി ആയിരുന്നു ക്യാപ്റ്റൻ. അതുപോലെ 2012-ൽ ഉന്മുഖ് ചന്ദ്, 2018-ൽ പൃഥ്വി ഷാ, 2022-ൽ യാഷ്ദൂൾ എന്നിവരും ലോക കിരീടം ഇന്ത്യയിൽ എത്തിച്ച ക്യാപ്റ്റന്മാരാണ്. അപ്പോൾ ഉദയ് സഹാരനും സംഘവും മറ്റൊരു കിരീടം നേടുമെന്ന് തന്നെയായിരുന്നു നമ്മൾ കരുതിയതെങ്കിലും നിരാശയായിരുന്നു ഫലം. ഓസ്ട്രേലിയ അവരുടെ ഫൈനലുകളിൽ മാത്രം സാധ്യമാകുന്ന ആധിപത്യത്തോടെ ഇന്ത്യയെ ഈ 85 ദിവസത്തിനിടയിൽ ഒരിക്കൽ അവരുടെ സീനിയർ ടീമാണെങ്കിൽ ഇപ്പോൾ ഇതാ കൗമാര ടീമും ഇന്ത്യയെ തകർത്തിരിക്കുകയാണ്.